കേരളത്തിൽ നിന്ന് കാർഗിലിൽ പങ്കെടുത്ത ശ്രീ ജെറി പൈബ്ലെ സാറിനെ പോലുള്ള ധീര ജവാന്മാർ, അവരുടെയൊക്കെ ഒരു അനുഭവങ്ങൾ സാറിന് എല്ലാവരും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇൻഫാക്റ്റ് എനിക്ക് അവരെല്ലാവരും അറിയുന്നു വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് മാർട്ടേഡ് ആയിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് ലെവലിലുള്ള എല്ലാവരെയും എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത് വിശ്വാദിനെ പറ്റിയിട്ടാണ്. അപ്പോൾ 18 ഗ്രനേഡിയേഴ്സിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു വിശ്വാദൻ. ഐ തിങ്ക് ഈ 39 വയസ്സ് മറ്റായിരുന്നു വിശ്വാദിൻ്റെ പ്രായം. അപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു. വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു വിശ്വനാഥൻ. NDA പിന്നെ അതിനു മുമ്പ് IPK ഓപ്പറേഷൻ ശ്രീലങ്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ റവാണ്ട, അങ്കോള, അവിടെയൊക്കെ ഫോറിൻ അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്യൂച്ചറുള്ള ഒരു ഓഫീസറായിരുന്നു. അത് മാത്രമല്ല ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇവരുടെ 18 ഗ്രനേഡിയേഴ്സിൻ്റെ 2 അറ്റാക്കും പറയപ്പെടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ അറ്റാക്ക് ജൂൺ 2-ാം തീയതി, ജൂൺ 2-ാം തീയതി തന്നെയായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ അറ്റാക്ക്, അപ്പോൾ മൈൻഡ് യു, നമ്മുടെ ശരിയായിട്ടുള്ള ഓർഗനൈസ്ഡ് ബ്രിഗേഡ് ലെവലുള്ള അറ്റാക്ക് ഞാൻ പറഞ്ഞല്ലോ ജൂൺ 12-ന് ആയിരുന്നു ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്രിഗേഡ് ലെവൽ അറ്റാക്ക്. അതിന് മുമ്പുള്ള സംഭവങ്ങളായിരുന്നു അത്. അപ്പോൾ ഈ 2-ാം തീയതി, ജൂൺ 2-ാം തീയതി ഇവർ ഒരിക്കൽ കൂടെ ഈ ടോർലിംഗ് ഫീച്ചറിൻ്റെ മീതെ ഒരു അറ്റാക്ക് കൂടെ ചെയ്യാമെന്ന് ബറ്റാലിയൻ തീരുമാനിച്ചു. കമാൻഡർ 56 ബ്രിഗേഡ് അതിനുള്ള ക്ലിയറൻസ് കൊടുത്തു. അപ്പോൾ വിശ്വനാഥൻ വളണ്ടിയർ ആവുകയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡാണ്. അപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡിന് ഒരിക്കലും ഒരു അറ്റാക്കിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല അറ്റാക്കിൽ പോകേണ്ടത്. പക്ഷേ വിശ്വനാഥൻ വളണ്ടിയറായിട്ടാണ് ഈ അറ്റാക്കിന് പോയത്. അപ്പോൾ ഈ അറ്റാക്കിന് പോയപ്പോൾ വിശ്വനാഥൻ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഈ ടോർലിംഗ് ഫീച്ചറിൽ അതുവരെയുള്ള എല്ലാ അറ്റാക്കും ഫെയിലിയർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ടോ ഹോൾഡ് കിട്ടണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു ഒന്ന് കാല് വയ്ക്കാനുള്ള സ്പേസ് കിട്ടിയാലല്ലേ അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടോ ഹോൾഡ് അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വിശ്വനാഥൻ ആ അറ്റാക്കിനെ ലീഡ് ചെയ്തപ്പോൾ ദേ റെഡി അഗൈൻ പാകിസ്ഥാനീസ്. അപ്പോൾ പിന്നെ 1-to-1 എന്താ പറയുക കോമ്പാറ്റായിരുന്നു. അപ്പോൾ വിശ്വനാഥൻ എക്സാക്ട്ലി ആദ്യത്തെ 3 ബങ്കർ ക്യാപ്ചർ ചെയ്തു വിശ്വനാഥൻ്റെ ബങ്കർ. പിന്നെ നമ്മൾ ഹിന്ദിയിൽ മുഡ്ബേഡ്ക ലഡായി എന്ന് പറയും, അതായത് മാൻ ടു മാൻ ഫൈറ്റ്. അപ്പോൾ അതിൽ വിശ്വനാഥൻ വാസ് റിയലി വെരി ഗുഡ് ഫിസിക്കലി, വെരി ഫിറ്റ്. 3 ആൾക്കാരെ പിന്നെ ആയുധം കൊണ്ടും ഒരാളെ ശരിക്കും കൈകൊണ്ടും തന്നെ ന്യൂട്രലൈസ് ചെയ്തു. ആൻഡ് ദേ വർ ഓൾ കിൽഡ്. അവിടെ ഡെഡ് ബോഡിയൊക്കെ പിന്നീട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വിശ്വനാഥൻ ഈ 4-ാമത്തെ ആ ഒരു ബങ്കറിൻ്റെ അവിടെ ചെന്നപ്പോൾ വിശ്വനാഥന് ബുള്ളറ്റ് കൊണ്ടു. അപ്പോൾ ഉടനെ തന്നെ വിശ്വനാഥൻ കാഷ്വാലിറ്റി ആയില്ല. അവിടെ നിന്ന് പിന്നെ അപ്പോൾ വിശ്വനാഥൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു JC-യും 4 ജവാന്മാരും അതിൽ കാഷ്വാലിറ്റി. ഇത് വർ ഓൾ ഡെഡ്. അപ്പോൾ വിശ്വനാഥൻ സീരിയസ്ലി ഇഞ്ചേർഡായിരുന്നു. അവിടുന്ന് പിന്നെ ദ്രാസിലേക്ക് കൊണ്ടുവരണം. ദ്രാസിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് വിശ്വനാഥൻ പിന്നെ മാർട്ടേർഡായത്. അപ്പോൾ വിശ്വനാഥൻ്റെ ആ ഒരു കൺട്രിബ്യൂഷൻ ഒരു നിർണായകമായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോ ഹോൾഡ് ആദ്യമായിട്ട് നമുക്ക് ദ്രാസ് സെക്ടറിൽ നേടാൻ കഴിഞ്ഞത് വിശ്വനാഥൻ്റെ കൺട്രിബ്യൂഷനോട് കൂടിയിട്ടാണ്. അത് ഞങ്ങളെല്ലാവരെയും വളരെയധികം ഒന്ന് പിടിച്ചു കുലുക്കുക എന്ന് പറയുമല്ലോ. ഒന്നാമത് കാർഗിൽ യുദ്ധത്തിൽ മാർട്ടേർഡായിട്ടുള്ള ഓഫീസേഴ്സിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസറായിരുന്നു വിശ്വനാഥൻ. ദിവസം ലെഫ്റ്റനൻറ്റ് കേണൽ മൈറ്റു. ഒരു ലെഫ്റ്റനൻറ്റ് കേണലിനെ ഒരു കാഷ്വാലിറ്റി ആവുക, അതൊരു ബറ്റാലിയൻ്റെ 2SC കാഷ്വാലിറ്റി ആവുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ വിശ്വനാഥനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ അറിയുന്നു, വളരെ ക്ലോസ് ആയിട്ട് അറിയായിരുന്നു. അപ്പോൾ ഒരു അറ്റാക്കിന് പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് 56 ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് വിശ്വനാഥനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾക്ക് പിന്നീട് എങ്ങനെയാണ് അത് ഡെവലപ്പ് ആവുമെന്നുള്ള ആ കാര്യം അറിയില്ലായിരുന്നു.